ഈ കണ്ടങ്ങൾ ഇപ്പം നട്ട കണ്ടമാണ്. അപ്പോൾ ആ കണ്ടം നട്ടുകൊണ്ട് ആ വണ്ടി കയറി വരുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി ഉണ്ടോ, ഈ വണ്ടി കണ്ടം നടന്നൊരു വണ്ടിയാണ്. ഹലോ, ഹലോ മാഷേ, ഇതെന്താണിത്? എന്ത് വണ്ടിയാണിത്? നടിയന്ത്രം അല്ലേ? ഇതിന് പ്രത്യേക പേരുകൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ വരുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇത്. അന്വേഷിച്ചപ്പോൾ ഞാറ് നടുന്ന യന്ത്രമാണ്. ഹലോ മാഷേ, നമസ്കാരം. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഈ യന്ത്രം കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാറ് നടാൻ ഉപയോഗിക്കുന്നത് അല്ലേ? യാൻമാർ 60D അല്ലേ? അപ്പോൾ ഇതാണ് കൊറിയൻ കമ്പനിയുടെ സാധനമാണ്. ഇത് നമ്മൾ 2010 തുടങ്ങിയിട്ടുള്ളതാണ് ഈ നടീൽ യന്ത്രം. അതല്ലേ? ഇതിപ്പോ പുതിയതായിട്ട് കഴിഞ്ഞ വർഷം എടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോ രണ്ടാമത്തെ വർഷമാണ്. നമ്മൾ ഏകദേശം ഒരു 10-600 ഏക്കറോളം നട്ട് കഴിഞ്ഞു. നമ്മൾ പഴയന്നൂർ ബ്ലോക്കിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന മഹാലക്ഷ്മി ഹരിതസേനയുടെ ആൾക്കാരാണ്. അപ്പൊ മഹാലക്ഷ്മി ഹരിതസേന പഴയന്നൂർ ബ്ലോക്ക്. അപ്പോ അതായത് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ഒരു പറയ്ക്കുള്ള ഒരു ഏക്കർ അല്ലേ? 5000 രൂപ തന്നാൽ ഞാറിട്ട് നട്ടു. അപ്പൊ നമുക്ക് എത്ര മണിക്കൂർ കൊണ്ട് നടുവത്? ഒരു മണിക്കൂറല്ല, നമ്മൾ ഒരു ഏക്കറാണ്. അതിന് സമയം എത്ര എടുക്കും? സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു ദിവസം ഒരു 8 മണിക്കൂറാകുമ്പോൾ നമ്മൾ 5 ഏക്കർ നടും. 5 ഏക്കർ നടും അല്ലേ? അപ്പോൾ സന്തോഷം. ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ്. ഇത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഒരു പ്രത്യേക തരം ചക്രങ്ങളൊക്കെയാണ് കണ്ടത്തിൽ ഓടണായുണ്ട് അല്ലേ? അപ്പോൾ സന്തോഷം. അപ്പോൾ ഇനിയും നമുക്ക് കാണാം. വർഷമായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്? 7 വർഷമായിട്ട്. താങ്കളോ? ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ റോഡിലൊക്കെ ഓടിക്കുമ്പോഴും കണ്ടത്തിൽ ഓടിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് ഓടിക്കാറില്ല. അല്ല, ഞാൻ ചോദിച്ചല്ല, റോഡിൽ ഓടിക്കുമ്പോഴും കണ്ടത്തിൽ വണ്ടികൾ ഓടിക്കുമ്പോഴേ. അപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഏതാണ് വേണ്ടത്? ഇത് ലൈസൻസ് വേണ്ടാത്ത വണ്ടിയാണല്ലേ? അപ്പൊ അത് കൊള്ളാം. നമുക്ക് ട്രെയിനിങ് കിട്ടും. നമുക്ക് അത് ട്രെയിനിങ് എവിടെ കൊടുക്കുന്നത്? മണ്ണുത്തില്ലേ? അത് എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് 15 ദിവസം ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 30 പേർക്ക് 15 ദിവസം ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അവിടെ പോകാൻ കഴിയുമോ? ആർക്ക് വേണമെങ്കിൽ പോവാം. അത് എന്താണ് വഴി? നമ്മള് ബ്ലോക്കിന്റെ അണ്ടറിലാണ് അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ അണ്ടറിലാണ് അവർ തെരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് വിടുക. അതല്ലേ? ഫ്രീ ആണ്. അപ്പൊ നമ്മള് എവിടെ ചെന്ന് സമീപിക്കണം? നമ്മള് ബ്ലോക്ക് അതാത് പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട. അതല്ലേ? സോ ഗോഡ് ബ്ലെസ് യു. ഞാൻ